ഹായ് ഓൾ, വെൽക്കം ടു ഇംഗ്ലീഷ് കെയർ. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും പറയാറുണ്ടല്ലേ, ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ, ഞാൻ പോയതേ ഉള്ളൂ, ഞാൻ കഴിച്ചതേ ഉള്ളൂ എന്നൊക്കെ. അതായത് നമ്മൾ ആ പറയുന്ന കാര്യം ആ പറയുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയണമെന്ന് പലർക്കും അറിയാൻ പാടില്ല. അപ്പോൾ അതാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞതേ ഉള്ളൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്ത് പറയാം. അപ്പോൾ ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണെന്നൊന്നും വിചാരിക്കേണ്ട, നല്ല സിമ്പിളാണ്. ഫസ്റ്റ് നമ്മൾ സബ്ജക്റ്റ് പറയാം, അതിനുശേഷം ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ഫോം. ഈ ഹാസ് ഓർ ഹാവ് എന്ന് പറയുമ്പോൾ നമ്മുടെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഹി, ഷീ, ഇറ്റ്, അതേപോലെ സിംഗുലർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഹാസ് യൂസ് ചെയ്യാം. ബട്ട് പ്ലൂറൽ ആണെങ്കിൽ ഇപ്പോൾ ഐ, യു, വി ഇതേപോലെയുള്ള പ്ലൂറൽ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഹാവ് യൂസ് ചെയ്യണം. ശേഷം നമ്മൾ V3 ഫോം ഓഫ് ദ വെർബ് വേണം യൂസ് ചെയ്യാൻ. V3 ഫോം എന്ന് പറയുമ്പോൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കിയാലോ. ഞാനിപ്പോൾ പോയതേ ഉള്ളൂ എന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം, വി ക്യാൻ സേ ഐ ഹാവ് ഗോൺ ജസ്റ്റ് നൗ. ഞാനിപ്പോൾ പോയതേ ഉള്ളൂ. അപ്പോൾ ഈ ജസ്റ്റ് നോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മളിപ്പോൾ ചെയ്തിട്ടേ ഉള്ളൂ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ കഴിച്ചിട്ടേ ഉള്ളൂ, അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം, ഞാനിപ്പോൾ കഴിച്ചിട്ടേ ഉള്ളൂ. വി ക്യാൻ സേ ദാറ്റ് ഐ ഹാവ് ഈറ്റൻ ജസ്റ്റ് നൗ. ഞാനിപ്പോൾ ഐസ്ക്രീം കഴിച്ചിട്ടേ ഉള്ളൂ എന്നാണെങ്കിൽ ഐ ഹാവ് ഈറ്റൻ ഐസ്ക്രീം ജസ്റ്റ് നൗ. അങ്ങനെ നമുക്ക് പറയാം. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞു, പാസ്റ്റിലാണ് ആക്ഷൻ കഴിഞ്ഞത്, പക്ഷേ റിസൾട്ട് ഇപ്പോഴും നമുക്ക് ആ പ്രസൻറ്റിൽ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്ത് പറയാം. അപ്പോൾ ഇനി മുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത് ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. താങ്ക് യു.